ഹരേ കൃഷ്ണ. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് 2025 ജൂൺ മാസത്തിലെ പ്രധാന ഗ്രഹചലനങ്ങളും ഓരോ രാശിയിലേക്കുള്ള അതിൻ്റെ ഫലങ്ങളുമാണ്. ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരാം? ജോലി, ധനം, കുടുംബം, ആരോഗ്യം, വിവാഹം തുടങ്ങി എല്ലാ വിഷയങ്ങളിലും ജൂൺ മാസം ഈ രാശിക്കാർക്ക് അനുകൂലമാണോ? ഏതിനാണ് ജാഗ്രത പാലിക്കേണ്ടത്? അതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ വിശദീകരിക്കുന്നത്. വീഡിയോ മുഴുവനായും കാണുക. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ വിശദമായിട്ടുള്ള വീഡിയോ ചാനലിൽ ഉണ്ട്, ദയവായി കാണുക. കർക്കിടക രാശിക്കാർക്ക് ജൂൺ മാസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. കാരണം 15 മെയ്ക്ക് വ്യാഴന്റെ സ്ഥാനപരിവർത്തനം, 18 മെയ്ക്ക് രാഹുവിൻ്റെയും കേതുവിൻ്റെയും ഗോചരം, ഇങ്ങനെ ഉള്ള ഒരു പുതിയ തുടക്കമാണ് നിങ്ങൾക്ക് ഈ ജൂൺ മാസം വരുവാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങളുടെ രാശിചക്രത്തിൽ 1-ാം ഹൗസിൽ മംഗൾ ചൊവ്വയും, 2-ാം ഹൗസിൽ കേതു, 8-ാമത്തെ ഹൗസിൽ രാഹു, 9-ാമത്തെ ഹൗസിൽ ശനി, 10-ാമത്തെ ഹൗസിൽ ശുക്രൻ, 11-ാമത്തെ ഹൗസിൽ സൂര്യനും ബുധനും, 12-ാമത്തെ ഹൗസിൽ വ്യാഴവുമാണ്. വ്യാഴം 12-ാം ഹൗസിൽ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഹെൽത്ത് സംബന്ധിച്ച് കുറച്ച് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. കൊളസ്ട്രോൾ, ഫാറ്റ് സംബന്ധിച്ച അസുഖങ്ങൾ, BP, ഷുഗർ, പിന്നെ ലിവർ സംബന്ധിച്ച അസിഡിറ്റി, അങ്ങനെ ഗ്യാസ്ട്രിക് ട്രബിളൊക്കെ വരാനുള്ള ഒരു കാലമാണ്. ഈ അടുത്ത ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ആഹാര രീതിയിൽ പുറത്തുനിന്നുള്ള ആഹാരങ്ങളൊക്കെ ഒഴിവാക്കി വീട്ടിൽ ഉണ്ടാക്കുന്ന ആഹാരം കഴിച്ച് കൂടുതൽ ഫാറ്റ്, കൊളസ്ട്രോൾ ഒക്കെ കുറച്ചുള്ള ആഹാരങ്ങൾ മാത്രം കഴിക്കുക. അതുപോലെ തന്നെ വെള്ളം നല്ലപോലെ കുടിക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. അതുപോലെ തന്നെ നോൺ വെജൊക്കെ കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ അതിൻ്റെയൊക്കെ അളവൊന്ന് കുറച്ചാൽ ഏറ്റവും നല്ലതായിരിക്കും. വിദ്യാഭ്യാസപരമായി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഒരു സമയമാണ് ഈ സമയം. ഗവൺമെൻറ് റിലേറ്റഡ് എക്സാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നല്ല വിജയം തന്നെ കിട്ടുന്നതായിരുന്നു. പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല വിജയം കിട്ടുന്നതിനുള്ള ഒരു സമയമാണ് ജൂൺ മാസം. ജൂൺ മാസത്തിൽ എന്തെങ്കിലും എക്സാം എൻട്രൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അതിൽ നല്ല ഒരു റിസൾട്ട് തന്നെ വരും. പ്രേമബന്ധത്തിൽ ഉള്ളവർക്ക് 7 ജൂൺ വരെ അത്ര നല്ല ഒരു സമയമല്ല. 7 ജൂൺ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ചേഞ്ചസ് ഒക്കെ വരാം. പക്ഷെ നിങ്ങളുടെ സംസാരം നിയന്ത്രണം തീർച്ചയായും പാലിക്കേണ്ടതുണ്ട്. വിവാഹ ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾക്ക് കഴിഞ്ഞ കാലം അത്രയും നല്ലതല്ലായിരുന്നു. ഇപ്പോൾ ഇനി അതെല്ലാം മാറി നല്ലൊരു ജീവിതം രണ്ടുപേരും നല്ല സ്നേഹത്തോടു കൂടി ജീവിക്കുന്നതിനുള്ള സമയമാണ് ഇപ്പോൾ ഈ അവസരം. പിന്നെ നിങ്ങളുടെ പാർട്ട്ണർ ജോലി ചെയ്യുന്നവരാണെങ്കിൽ 29 മാർച്ചിന് ശേഷം അവർക്ക് തീർച്ചയായിട്ടും ഒരു പ്രൊമോഷൻ കിട്ടിയില്ലെങ്കിൽ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഭാഗ്യം 12-ൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് ഭാഗ്യത്തിന് ചെറിയൊരു മന്ദത, ഒരു സ്ലോ ഡൗൺ സംഭവിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. മുഴുവനല്ല, കുറച്ച് ഒരു മന്ദഗതിയിലായിരിക്കും നിങ്ങളുടെ ഭാഗ്യങ്ങളെല്ലാം പോകുന്നത്. അപ്പോൾ എന്ത് കാര്യം ചെയ്താലും ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിയുവാണെങ്കിൽ നിങ്ങൾ ഏത് കാര്യം ചെയ്താലും അതിൽ കൂടുതൽ ഒന്നും കൂടെ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് നിങ്ങൾ ചെയ്യുക. ഭാഗ്യം മൊത്തമല്ല, കുറച്ചൊരു മന്ദഗതിയിലായിരിക്കും ഭാഗ്യം വരുന്നത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ചിന്തിച്ചിട്ട് വേണം ഏത് കാര്യവും ചെയ്യാൻ. വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻ്റൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അത് ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. ട്രേഡിങ്ങും അതുപോലെ തന്നെ ട്രേഡിങ്ങും നല്ലതുപോലെ ശ്രദ്ധിച്ച് നല്ലപോലെ കണക്ക് കൂട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ ചെയ്യുക. എന്നാന്ന് വെച്ചാൽ ഭാഗ്യം ഒരു സ്ലോ ഡൗൺ ഉള്ള ഒരു കാലമാണ്. അതെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ കുഴപ്പം ഒന്നുമില്ല. പിന്നെ നിങ്ങളുടെ ജോലി, നിങ്ങളുടെ കരിയർ എല്ലാം അതിന് നല്ലൊരു സമയമാണ്. നിങ്ങൾക്ക് ഹാർഡ് വർക്കല്ല ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ സ്മാർട്ട് വർക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഉദ്യോഗത്തിൽ ഏറ്റവും നല്ലൊരു സമയം തന്നെയാണ്, നല്ല യോഗം തന്നെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ MNC കമ്പനിയിലും IT കമ്പനിയിലും ഒക്കെ ജോലിക്ക് വളരെ നല്ല ഒരു സാധ്യതയാണ് കാണുന്നത്.
ബിസിനസ്, നിങ്ങളുടെ ബിസിനസ്സിനും ജൂൺ മാസം നല്ലൊരു സമയമാണ്. പുതിയ പുതിയ കസ്റ്റമറെ കിട്ടുന്നതിനും അതിൽ നിന്നും ഉള്ള ഒരു വരുമാനവും ഒക്കെ നല്ലതാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. ഒള്ളി നിങ്ങളുടെ ഭാഗ്യം മാത്രം മൊത്തം എന്നല്ല പറയുന്നത്, കുറച്ചൊരു സ്ലോ ഡൗൺ ആയതുകൊണ്ട് മാത്രം എല്ലാം ശ്രദ്ധിച്ച് ചെയ്യുക. പക്ഷേ ബിസിനസ്സിൽ നല്ല ഒരു വരുമാനം, നല്ല ഒരു ഇൻകം ഈ മാസം കിട്ടുന്നതിനുള്ള സാധ്യതയാണ് കാണുന്നത്. നല്ല പുതിയ പുതിയ കസ്റ്റമേഴ്സൊക്കെ നിങ്ങളുടെ അടുത്ത് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ജൂൺ മാസം ഇതിനെല്ലാം ഒന്നും കൂടെ ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി, ഭാഗ്യം ഓൾറെഡി കുറച്ചൊന്ന് കുറവാണ്, ഇതിനൊക്കെ കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ചെയ്യേണ്ട ഉപായങ്ങൾ ഇതാ. ചൊവ്വയുടെ ബീജമന്ത്രം 108 പ്രാവശ്യം ചൊല്ലുക. ഗുരുവിൻ്റെ ബീജമന്ത്രം, വിഷ്ണു സഹസ്രനാമം ഡെയിലി പാരായണം ചെയ്യുക. ഹനുമൻ ചലിസ, അതുപോലെ തന്നെ രാവിലെ സൂര്യൻ ഉദിച്ചതിന് 1 മണിക്കൂറിനകം സൂര്യന് ജലം സമർപ്പണം ചെയ്യുക, അർപ്പിക്കുക. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ ആ മന്ദഗതിയിലുള്ള ആ ഭാഗ്യം കൂടെ നല്ല രീതിയിലൊന്ന് വന്ന് നിങ്ങൾക്ക് എല്ലാ സുഖങ്ങളും തരും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ ശ്രദ്ധിച്ചത് വേണം എല്ലാവരും ചെയ്യുവാൻ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ നക്ഷത്രം കമൻറ്റ് ചെയ്യുക. വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കണ്ട. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക. എല്ലാവരും ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ. സ്റ്റേ ബ്ലെസ്ഡ്.